ഹലോ, എൻ്റെ പേര് ജെയ്സൺ ചാക്കോ. വ്യവസായ വാണിജ്യ വകുപ്പിൽ ഒരു അസിസ്റ്റൻറ്റ് രജിസ്ട്രാറായി ജോലി ചെയ്യുന്നു. ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് ഗവൺമെൻറ്റിൻ്റെ പരിപാടികളെക്കുറിച്ച്, ഗവൺമെൻറ് ഇത് അവരെ സാധാരണക്കാരായ ആളുകളെ അറിയിക്കാനായിട്ട് പല പരിപാടികൾ നടത്തുന്നുണ്ടെങ്കിലും പലപ്പോഴും ഇത് സാധാരണക്കാരിൽ പാവപ്പെട്ട ആളുകൾ മറ്റുള്ളവരിൽ ഇത് എത്തുന്നില്ല, അഥവാ അവർക്ക് ഇത് അറിയാൻ കഴിയുന്നില്ല. അപ്പോൾ അവർക്ക് പരമാവധി പേർക്ക് ഇത് എത്തിക്കുക എന്നുള്ള ഒരു ധാർമ്മികമായ ചുമതലയുടെ ഭാഗമായിട്ടാണ് ഈ സംരംഭകത്വത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ ഈ ചാനലിലൂടെ നൽകുന്നത്. അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രയോജനകരമായിരിക്കും. ഒരു സംരംഭം തുടങ്ങുന്നതിന് അകത്ത് റിസ്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ, സംരംഭം ഒരു അറിവില്ലാതെ തുടങ്ങി പലരുടെയും കാശ് പോയിട്ടുണ്ട്. എന്നാൽ അനേകർ കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സാധാരണക്കാർക്ക് ഒരു സംരംഭകനാകുക എന്നുള്ളൊരു ചിന്ത നമ്മുടെ നാട്ടിൽ അത്രയധികം പേര് ഓടിയിട്ടില്ല. അതുകൊണ്ട് എല്ലാവരെയും ഇങ്ങനെ ട്രെയിൻ ചെയ്യിച്ചിരിക്കുന്നത് എന്തെങ്കിലും ഒരു ജോലി മേടിക്കാനായിട്ട്, പഠിക്കാനായിട്ടാണ്. അതുകൊണ്ടാണ് ആളുകൾ തലകുത്തി മറിഞ്ഞെന്ന് പഠിച്ച് എന്തെങ്കിലും ഒരു പ്യൂൺ ജോലി ആയാലും വാങ്ങാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ ഒരു സംരംഭകൻ ചെയ്യുന്നത് എന്താണ്? അവനൊരു വിദ്യാഭ്യാസം ഇല്ലെങ്കിലും 100 പേർക്കോ 1000 പേർക്കോ 10000 പേർക്കോ ഒക്കെ ശമ്പളം കൊടുക്കുന്ന ഒരാളായി മാറാൻ സാധിക്കും. മൂവാറ്റുപുഴയിലുള്ള ജോൺ കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരാൾ 10ാം ക്ലാസ് കഴിഞ്ഞ് കോളേജിൽ പോകാൻ നിവൃത്തിയില്ലാതെ റബ്ബർ വെട്ടിക്കൊണ്ട് റബ്ബർ തീർന്ന അദ്ദേഹത്തിന് ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ വേലക്കാരനായിട്ട് നിന്ന് അവിടെ നിന്ന് അദ്ദേഹത്തിന് വലിയവനാകാമെന്നുള്ള ആഗ്രഹത്തിലൂടെ അദ്ദേഹം പലതും പഠിച്ചെടുക്കുകയും അങ്ങനെ അദ്ദേഹം ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു ഡെൻ്റൽ ലാബിൻ്റെ ഉടമയായി തീരുകയും ചെയ്തു. ലോകത്തിലെ തന്നെ ഒന്നാമത്തെ സ്ഥാപനമായി മാറുവാനായിട്ട്, വളരുവാനായിട്ട് അദ്ദേഹം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 100 കോടി രൂപ വിറ്റുവരവുള്ള ഒരു സ്ഥാപനമാണ്. അദ്ദേഹം പറയുകയുണ്ടായി, താൻ ആദ്യമായിട്ട് 35 ലക്ഷം രൂപ വായ്പ എടുത്തൊരു സംരംഭം തുടങ്ങിയപ്പോൾ ആ സംരംഭത്തിൽ ഉണ്ടാക്കിയ ആദ്യത്തെ പല്ല് പൊട്ടിപ്പോയി. അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞു. കാരണം ഇത്രയേറെ വായ്പകൾ എടുത്ത് ഇത്രയേറെ പ്രതീക്ഷകളോടെ ഉണ്ടാക്കിയിട്ട് ആ സാധനം പൊട്ടിപ്പോയി എന്ന് പറയുമ്പോൾ, അപ്പോൾ ഒരു സംരംഭം തുടങ്ങുന്ന ആൾക്ക് ഇങ്ങനെയുള്ള പലതരം പ്രതിസന്ധികൾ നേരിട്ടെന്ന് വരാം. പക്ഷേ അദ്ദേഹം അതുകൊണ്ട് പരാജിതനായില്ല. അദ്ദേഹത്തിന് അതിനെ തരണം ചെയ്യാനും പൊട്ടിപ്പോകാത്ത പല്ലുണ്ടാക്കാനും അതിൽ കേരളത്തിൽ പല സ്ഥലങ്ങളിൽ കൊടുക്കാനും, ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ കൊടുക്കാനും, ലോകത്തിൽ പല സ്ഥലങ്ങളിൽ കൊടുക്കുവാനും, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ സ്ഥാപനങ്ങൾ തുടങ്ങുവാനും, ഈ പറഞ്ഞ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് കോളേജിൽ പോകാൻ നിവൃത്തിയില്ലാതെ റബ്ബർ വെട്ടുകാരനായി തീർന്ന ഒരു മനുഷ്യന് സാധിച്ചെങ്കിൽ, ദൈവത്തിൻ്റെ സഹായത്വം കൊണ്ട് സാധിച്ചെങ്കിൽ, ഏതൊരു മനുഷ്യനും മനസ്സ് വെച്ചാൽ ദൈവത്തിൻ്റെ സഹായമുണ്ടെങ്കിൽ അങ്ങനെ സാധിക്കും. അപ്പോൾ നമ്മുടെ ഭാഗത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ സംരംഭം തുടങ്ങാനായിട്ട് ഇറങ്ങുന്നവരെന്ന് പറഞ്ഞാൽ ഞാനിത് ജയിച്ചേ പോകുകയുള്ളൂ എന്നുള്ള നിശ്ചയദാർഢ്യമുള്ളവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം 1 വെച്ചാൽ 2 കിട്ടും. 2 കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ 1 വെച്ചാൽ 4 കിട്ടും, 1 വെച്ചാൽ 12 കിട്ടും, അങ്ങനെ അല്ല 1 വെച്ചാൽ 100 കിട്ടും. അങ്ങനെ കിട്ടാൻ വേണ്ടി 1 വെക്കാൻ തയ്യാറാകുന്ന ധൈര്യം കാണിക്കുന്നവരാണ് അവർ. ഒരു ചപ്പാത്തി യൂണിറ്റിനെ കുറിച്ച് ഞാൻ തന്നെ പ്രൊജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്ത് ബാങ്കിൽ നിന്ന് മാനേജരോട് സംസാരിച്ച് ലോൺ ലഭ്യമാക്കിയ ഒരു ചപ്പാത്തി യൂണിറ്റ് 1 വർഷം കഴിഞ്ഞപ്പോൾ, അവർ ഒരു 6 മാസം പ്രവർത്തിച്ച് കഴിഞ്ഞപ്പോൾ, നല്ല നിലയിൽ പ്രവർത്തനം തുടങ്ങി നല്ല നിലയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി. ആ മെഷീൻ തന്നെ പോയി. 1 മാസത്തോളം അടച്ചിടേണ്ടി വന്നു. മെഷീൻ വെള്ളം കയറിപ്പോയി. പക്ഷേ അതിനെ തരണം ചെയ്തുകൊണ്ട് അവർ ഇൻഷുറൻസിൽ നിന്ന് 80% പൈസ തിരികെ കിട്ടുകയും പുതിയ മെഷീൻ വാങ്ങുകയും ചെയ്ത് ഇന്ന് അവർ ഒരു മാസം 1.5 ലക്ഷം രൂപയെങ്കിലും അവരുടെ ശമ്പളം കഴിഞ്ഞിട്ട് ലാഭമെടുക്കുകയാണ്.
ആ സ്ഥാപനത്തിൽ തുടങ്ങാനായിട്ട് ആകെ മുടക്കിയത് 6 ലക്ഷം രൂപ, അതിൽ 5 ലക്ഷവും ലോണാണ്. അപ്പോൾ ഒരു മാസം 1.5 ലക്ഷം രൂപ അറ്റ ലാഭം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാലോ 4 മാസത്തെ ലാഭം കൊണ്ട് അവരുടെ കടം വേണമെങ്കിൽ വീട്ടിൽ തീർക്കാൻ സാധിക്കും. അത്രയേറെ ഒരാണ് ഒന്ന് വെക്കാൻ ധൈര്യം കാണിക്കുന്നവന്, ശരിയായ രീതിയിൽ ഒന്ന് വെക്കുന്നവന് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത്. തന്നെയുമല്ല, ഒരു സംരംഭം വിജയിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്ഥലത്ത് ഒരു ചപ്പാത്തി യൂണിറ്റ് വിജയിപ്പിച്ചെടുത്തു, പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതേ കാര്യം അങ്ങ് കോപ്പി ചെയ്താൽ മതി. ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന പോലെയാണ്. 100 സംരംഭം അതുപോലെ തന്നെ പകർത്തിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു യൂണിറ്റ് തുടങ്ങിയ ആളെ സംബന്ധിച്ചിടത്തോളം പിന്നെ വ്യത്യസ്ത മേഖലകളിൽ യൂണിറ്റ് തുടങ്ങാൻ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ആ എക്സ്പീരിയൻസ് വളരെ പ്രധാനപ്പെട്ട, എളുപ്പമാക്കി തീർക്കുന്നു അടുത്ത നടപടികൾ. എന്നാൽ ചില ആളുകളുണ്ട്, എൻ്റെ പൈസ പോകുമോ, എനിക്കിത് ലാഭം കിട്ടുമോ, എനിക്ക് എൻ്റെ കാശ് പോയാലെന്ന് എനിക്ക് ഉറപ്പ് തരിക, ഇങ്ങനെ സംഭവിച്ചാലോ അങ്ങനെ സംഭവിച്ചാലോ. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം, പേടിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ല ജോലിയും ചെയ്ത് ഒരു പൈസയും പോകാതെ ജോലി ചെയ്ത് കിട്ടുന്നതും മേടിച്ച് ജീവിക്കുന്നതാണ് നല്ലത്. അന്നേരം കാര്യമുണ്ട്, അവർക്ക് ഒന്നും പോവുകയില്ലാത്തപ്പോൾ അധികമൊന്നും കിട്ടുകയുമില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് വയ്ക്കുമ്പോൾ അവർക്ക് 2 കിട്ടും, അല്ലെങ്കിൽ 4 കിട്ടും, 10 കിട്ടും, 100 കിട്ടും. അപ്പോൾ അതിന് ഇനി പ്രതിസന്ധികൾ ഉണ്ടാകുകയല്ലെന്നല്ല, പ്രതിസന്ധികൾ ഉണ്ടാകാം. ഇപ്പം ഞാൻ വേറൊരു വിജയിച്ച ഒരു സംരംഭകൻ, അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കിഡ്നി തകരാറായി അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. ഓർത്ത് നോക്കണം, ഒരു സംരംഭം തുടങ്ങി, പക്ഷേ അദ്ദേഹം വലിയ മാരകമായ രോഗത്തിന് ബാധിതനായി. പിന്നീട് അദ്ദേഹത്തിൻ്റെ കിഡ്നിയൊക്കെ മാറ്റിവെച്ച് അദ്ദേഹം ഇപ്പോൾ 1 അല്ല 2 സ്ഥാപനങ്ങൾ വളരെ വിജയകരമായി ലക്ഷങ്ങളോ കോടികളോ നേടിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ ഉണ്ടായെന്ന് വരാം. പക്ഷേ അതിനെയും കൂടെ മുൻകണ്ടുകൊണ്ട് അതിനെ തരണം ചെയ്യാനുള്ള ഒരുക്കമാണ് ഒരു സംരംഭകന് ഉണ്ടാകേണ്ടത്. ഒരുപോലെ എമർജൻസി ലൈറ്റ് വാങ്ങി, കോയമ്പത്തൂർ പോയി എമർജൻസി ലൈറ്റ് വാങ്ങി നാട്ടിൽ വിറ്റ് ഒരാളുടെ കഥ അദ്ദേഹം പറഞ്ഞ് കേട്ടു. അദ്ദേഹം നാട്ടിൽ പലർക്കും ഈ ലൈറ്റ് കൊടുത്തു. 4 മാസം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ എല്ലാം ബാറ്ററി പോയി. അപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് ഓർക്കുന്നത്. അദ്ദേഹം പിന്നെ ആ ബാറ്ററി മാറ്റിയിട്ട് കൊടുത്തു. അതിൽ നിന്ന്, ആ പാഠത്തിൽ നിന്ന് അദ്ദേഹം അടുത്ത കാര്യത്തിലേക്ക് ചൂട് വെച്ചു. സോളാർ ലൈറ്റിൻ്റെ വലിയൊരു ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു വ്യവസായം അദ്ദേഹം തുടങ്ങി, വലിയ വിജയം നേടി. അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടാണ്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളൊരു വ്യവസായം പിടിപ്പിച്ചെടുത്താൽ നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ തലമുറകൾക്കൊക്കെ ഇരുന്ന് കഴിയാനുള്ള വഴിയാണ്. ഇപ്പോൾ ടാറ്റായുടെയോ ബിർളയുടെയോ അംബാനിയുടെയോ അല്ലെ ബിൽഗേറ്റ്സിൻ്റെയോ ഒക്കെ മക്കൾക്ക് ഒരു ജോലി വേണ്ടി അറിയേണ്ട കാര്യമുണ്ടോ? മക്കൾക്ക് ആവശ്യമുണ്ടോ? അപ്പോൾ ഒരാൾ പിടിപ്പിച്ചെടുക്കുന്ന, ഒരു കാര്യം വിജയിപ്പിക്കാൻ കഷ്ടപ്പെട്ട് എടുക്കുന്ന ഒരു ചുവട് അനേകം ഭാവി തലമുറകൾക്ക് വരെയും വലിയൊരു മുതൽക്കൂട്ടാകുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് വിതച്ചു കൊടുക്കുക, അതിൻ്റെ കൊയ്ത്ത് നാളെ വരും. ഇന്നത്തെ ഒരു കഷ്ടപ്പാട് ഒരു ബുദ്ധിമുട്ട് ആയിട്ട് കരുതണ്ട, അത് നാളത്തേക്ക് വേണ്ടിയുള്ള ഒരു വിതയാണെന്ന് കരുതിയാൽ മതി. അപ്പോൾ അങ്ങനെ ധൈര്യപൂർവ്വം മുന്നേറുന്നവർക്ക്, അതിന് വേണ്ടി ഒരുക്കങ്ങൾ നടത്തുന്നവർക്ക് ആ വിജയം വരിക്കാൻ സാധിക്കും. അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇടയാകട്ടെ. നല്ല മുന്നേറ്റം ഉണ്ടാക്കുവാൻ, ലോകത്തിന് നല്ല സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന സംരംഭകരാകുവാൻ നിങ്ങൾക്കിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന നിങ്ങളുടെ ജീവിതത്തെ എല്ലാ വിധത്തിലും കരുത്തരാക്കി തീർക്കുമെന്നുള്ള കാര്യം തർക്കമില്ല. അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ എല്ലാം നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.